ഹലോ. വെൽക്കം ടു ഐഡിയ. താങ്കളുടെ പ്രണയിനിക്ക് ഈ വാലന്റൈൻസ് ഡേയിൽ ഡെഡിക്കേറ്റ് ചെയ്യാൻ ഈ 50-ാം വയസ്സിൽ ഞാൻ ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനാ? വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ലവേഴ്സ് കോർണർ. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റിനെയാണ് കിട്ടിയിരിക്കുന്നത്. ഈ വർഷത്തെ യൂത്ത് ഐക്കൺ അവാർഡ് വിന്നറും മ്യൂസിഷ്യനും ഗ്രേറ്റ് ഗിറ്റാറിസ്റ്റുമായ മിസ്റ്റർ ജാക്സൺ ആണ് നമ്മുടെ അതിഥി. Here we welcome Jackson to a special program, Lovers Corner. ജാക്ക്, പ്രണയത്തിനു വേണ്ടി, പ്രണയിക്കുന്നവർക്ക് വേണ്ടി ഒരു ദിവസം, വാട്ട്സ് യുവർ ഒപ്പീനിയൻ? പ്രണയിക്കുന്നവർക്ക് ആഘോഷിക്കാനും പ്രണയിച്ചവർക്ക് അതേപ്പറ്റി ഓർക്കാനുള്ള ഒരു സ്പെഷ്യൽ ഡേ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പ്രപ്പോസൽ നടക്കുന്നതും ഒരു വാലന്റൈൻസ് ഡേയിലാണ്. That's quite interesting. അപ്പോൾ താങ്കൾ എങ്ങനെയാണ് ആദ്യമായി ലവറിനെ പരിചയപ്പെടുന്നത്? അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇറ്റ്സ് റിയലി ഫണ്ണി. ഒരിക്കൽ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിലേക്ക് വിളിച്ച് നമ്പർ മാറി കോൾ അവളുടെ ഫോണിലേക്കാണ് ചെന്നത്. ശരിക്കും പറഞ്ഞാൽ വഴിമാറി ചെന്ന ആ കോളിലൂടെയാണ് ഞാൻ ആദ്യമായി അവളുടെ ശബ്ദം കേൾക്കുന്നത്. ജാക്സനെ കുറിച്ചും ജാക്സന്റെ പ്രണയാനുഭവങ്ങളെ കുറിച്ചും നമുക്കറിയാം, ബട്ട് ഓൺലി ആഫ്റ്റർ ദിസ് ബ്രേക്ക്. രാജാ, എനിക്ക് ആ പത്രാഫീസിലോടൊന്ന് വിളിക്കണം. ഈ വാരമെങ്കിലും ആ കവിത ഒന്ന് അച്ചടിച്ചു വിടുമെന്ന് അറിയാം. വീട്ടിലേക്ക് ഒന്ന് വിളിക്കട്ടെ, ഒരു മിനിറ്റ്. ഹലോ ഹലോ. ആരാ ഇത്? ഹലോ, അമ്മയല്ലേ? രാജനാ. സോറി, റോങ് നമ്പർ. ഹലോ. ഹലോ. എന്ത് പറ്റി? നമ്പർ മാറിപ്പോയെന്ന് തോന്നുന്നു. ഒരു പെണ്ണാ എടുത്ത്. പെണ്ണോ? ഏതാ നമ്പർ? നമ്പർ അറിയില്ല, അറിയാതെ ഡയലായി പോയതാ. ഇനി ആ നമ്പർ അറിയാം, എന്താ ചെയ്യാം? നിന്റെ വീട്ടിലെ നമ്പർ എത്ര? 873. നീ ആ നമ്പറിനടുത്തുള്ള നമ്പറുകൾ മാറ്റി മാറ്റി ഡയൽ ചെയ്ത് നോക്ക്. 872, 874 അങ്ങനെ അങ്ങനെ. അത് ഗുഡ് ഐഡിയ. 872. ഹലോ. ഹലോ. ആ 837 ഒന്ന് ഡയൽ ചെയ്ത് നോക്കിയേ. 7. ഹലോ. ഹലോ ഹലോ. ഹലോ കിട്ടി. 837. ഹലോ. അവളുടെ ശബ്ദം എന്നെ വീണ്ടും വീണ്ടും വിളിക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ ആ ഫോൺ കോളിലൂടെ ഞങ്ങൾ ഒരുപാട് അടുത്തു. വി ബിക്കം ഗുഡ് ഫ്രണ്ട്സ്. പിന്നെ എപ്പോഴാണ് ജാക്സന്റെ പ്രണയം അവളെ അറിയിക്കുന്നത്? ഞങ്ങൾക്കിടയിൽ എന്തും തുറന്നു പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് വെരി കംഫർട്ടബിൾ വിത്ത് ഹെർ. പിന്നെ എൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഐ ഹാഡ് എ വെരി സൗണ്ട് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. മൈ ഫാദർ വാസ് എ റെപ്യൂട്ടഡ് ബിസിനസ് മാൻ ആൻഡ് മൈ ബ്രദർ ആൻഡ് വൈഫ് ആർ സെറ്റിൽ ഇൻ US. എനിക്ക് മാരേജ് പ്രപ്പോസൽസ് ഒരുപാട് വന്നിറങ്ങുന്നൊരു സമയമായിരുന്നു അത്. അങ്ങനെ ഞാൻ എൻ്റെ ഇഷ്ടം അവളോട് തുറന്നു പറയാൻ തീരുമാനിച്ചു. സ്റ്റാറ്റസ് ഫേസും ഫിനാൻഷ്യലിയും എന്തുകൊണ്ടും അവളുടെ ഫാമിലിയേക്കാൾ ഉയർന്നത് എൻ്റെ ഫാമിലി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്കതിൽ യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഷി വാസ് ഓൾസോ ഇൻട്രസ്റ്റഡ് വിത്ത് മൈ പ്രപ്പോസൽ. രാധേനോട് ക്ഷമിക്കണം. ഉടനെ ഒന്നൊരു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാവുന്ന അവസ്ഥയിലല്ല ഞാൻ. ബാങ്ക് ക്ലർക്കായ എൻ്റെ അച്ഛൻ്റെ വരുമാനം കൊണ്ട് വേണം 7 പേരടങ്ങുന്ന എൻ്റെ കുടുംബത്തിന് കഴിഞ്ഞുകൂടെ. എനിക്ക് നേരെയുള്ള 2 ചേട്ടന്മാരുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. സ്വന്തമായൊരു ജോലി പോലും കിട്ടാതെ നിന്നെ ഞാൻ എങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കും? എൻ്റെ ഈ കഷ്ടപ്പാടിനിടയിൽ എനിക്ക് തരാനുള്ളത് സ്നേഹിക്കാനുള്ള മനസ്സ് മാത്രമാണ്. നീ കാത്തിരിക്കുമെങ്കിൽ എന്നും എൻ്റെ മനസ്സ് നിൻ്റെ കൂടെ ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് താങ്കളുടെ ലവ് ഫെയിലിയർ ആയത്? ഇഫ് യു ഡോണ്ട് മൈൻഡ്, വുഡ് യു ഷെയർ വിത്ത് us? ഫാദറിന് ബിസിനസ്സിൽ കുറച്ച് തകർച്ചകൾ നേരിടേണ്ടതായി വന്നു സാമ്പത്തികമായി. അത് പതിയെ എൻ്റെ ഫാമിലിയെ ബാധിച്ചു തുടങ്ങി. അങ്ങനെ എനിക്ക് അവളുടെ ആവശ്യങ്ങൾക്കായി കാശ് സ്പെൻഡ് ചെയ്യാൻ കഴിയാതെ വന്നു. അവളുടെ ഷോപ്പിങ്ങിനും ഫുഡിനും ഈവൻ റീചാർജിന് പോലും കാശ് മുടക്കുന്ന എന്നെ എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞ് അവൾ അവോയ്ഡ് ചെയ്ത് തുടങ്ങി. ഗ്രാജുവലി ഐ റിയലൈസ്ഡ് അവൾ എന്നെ അല്ല എൻ്റെ കാശിനെയാണ് സ്നേഹിച്ചിരുന്നത്. ആൻഡ് ഐ വാസ് ടോട്ടലി ഡിപ്രസ്ഡ്. ഞാൻ ഇഷ്ടപ്പെട്ടത് സ്നേഹിക്കാൻ അറിയാവുന്ന ഈ മനസ്സിനെയാണ്. ഈ മനസ്സ് സ്വന്തമാക്കാൻ എത്ര കാലം കാത്തിരിക്കാനും ഞാൻ തയ്യാറാണ്. എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഒരു പെണ്ണിനെ വിശ്വസിക്കരുത്. ഇവർക്ക് ഇതെല്ലാം വെറും ഒരു ടൈം പാസ് മാത്രമാണ്. യെസ്, സത്യം. ഏയ്, ഒരിക്കലും പറയരുത്. ഇത്ര പ്രായമായിട്ടും ഈ പരിപാടിയൊക്കെ കണ്ടോണ്ടിരിക്കാനാണോ ഇത്? ചെറുപ്പക്കാരനാന്ന വിചാരം. എനിക്ക് സീരിയൽ തുടങ്ങാൻ സമയമായി. ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ രാജീവലോചനൻ എൻ്റെ കണ്ണൻ അമ്പാടി പൂനിലാവിൻ്റെ കണ്ണൻ
ഞാൻ കണ്ണനെ കായാമ്പൂ വർണ്ണനെ